കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മുന്നിൽ ഒരു നിവേദനവുമായി വന്ന ഒരാളെ സുരേഷ് ഗോപി മടക്കി അയക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൈപ്പേയാണെന്നാണ്. അദ്ദേഹം ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സാർ ഇത് കാണുന്നത്? രണ്ടുപേർക്ക് കൈപ്പിഴ പറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേത് സുരേഷ് ഗോപിക്കാണ്. കാരണം ഇത് ഈ കൈപ്പിഴയല്ല, പുള്ളി ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഇലക്ഷനിൽ നിന്നതും ഒക്കെ ഒരു കൈപ്പിഴയാണ്. രണ്ടാമത്തെ കൈപ്പിഴ പറ്റിയത് തൃശ്ശൂർക്കാർക്കാണ്. കാരണം വെച്ചാൽ പുള്ളി ഇലക്ഷനിൽ നിന്നു, പുള്ളിയെ സന്തോഷമായിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ പുള്ളീനെ 75,000 വോട്ടിലധികം ജയിപ്പിക്കുക എന്ന് പറയുന്നൊരു പണി തൃശ്ശൂർക്കാർ ചെയ്യരുതായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് തൃശ്ശൂർക്കാരെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഷിബിലിക്കൊക്കെ അറിയാവുന്ന പോലെ ഏതാണ്ട് 1,46,000 വോട്ടുകൾ 2019 നിന്നും 2024 വരുമ്പോൾ കൂടിയ അപൂർവങ്ങളിൽ വളരെ അത്യപൂർവമായിട്ടുള്ള കൂടുതലുണ്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന കത്തോലിക്ക സഭയുടെ ഒരു പത്രത്തിൽ തന്നെ അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് കൊണ്ടുവന്ന് ചേർത്ത് ആ കള്ള വോട്ട് കൊണ്ടുവന്നാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആരോപണമായിട്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തിലേക്ക് വരാം ഷിബിലി. ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് സങ്കടം തോന്നി. പക്ഷേ ഞാൻ 2 ദിവസമായിട്ട് അത് എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് എതിരാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരിക്കലും അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നോ വളരെ മോശപ്പെട്ട ആളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ സിനിമയിൽ അഭിനയിച്ച് ഒരു വർഷം തന്നെ സിനിമയിൽ അഭിനയിച്ച് 1 കോടികൾ ഉണ്ടാക്കി സുഖമായി ജീവിക്കേണ്ട ഒരാളാണ്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഈ രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളെ അല്ല. കാരണം അദ്ദേഹത്തിന് ഇതുകൊണ്ട് കൈനഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. പിന്നെ പുള്ളിയുടെ ഒരു സ്വഭാവത്തിന് ഇങ്ങനെ ആളുകളൊക്കെ ബഹുമാനിക്കുക ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ പൊങ്ങി നടക്കാം. അത് പുള്ളിക്കുള്ളൊരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ പുള്ളിക്ക് ഇതുകൊണ്ട് കിട്ടാനുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷിബിലി, ഇത് എന്താ സംഭവം എന്നറിയോ? കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന 10-70 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു പാവ പിടിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കഥ തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ അറിയണം. മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. 2 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെണ്ടായിരുന്ന ഒരു ചെറിയ വീടിൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് വീണു. ആ തെങ്ങ് വീണിട്ട് വീടിൻ്റെ ഒരു സൈഡ് അങ്ങനെ തന്നെ തകർന്നു പോയി. ആ തകർന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു അപേക്ഷയുമായി സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മുമ്പിലേക്ക് എത്തിയെന്നറിയോ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു MLA-മാരുടെ അടുത്തേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് പഞ്ചായത്തിലേക്ക് പോകാത്തത്? ഈ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയും ആളുകളൊക്കെ. കാരണം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നയാൾ, പച്ച മനുഷ്യൻ, വളരെ ദയാലുവായ മനുഷ്യൻ, വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യൻ, പണമെടുത്ത് ആർക്കും എന്ത് ചെയ്യുന്ന ഒരാൾ, വെറുതെ സഹായിക്കുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ പണമെടുത്ത് സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ വയറ്റത്തടിച്ചിട്ടാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം ചെല്ലുമ്പോൾ തന്നെ പ്രൊഡ്യൂസറോട് എന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് എനിക്ക് സംഭാവന ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞവർ മേടിക്കുന്ന ഒരാളുകളാണ്. അത് കുഴപ്പമില്ല. ഇനി അതെന്താ ഇവിടെ പ്രൊഡ്യൂസർക്ക് പരാതിയില്ലാത്തുള്ളത് കുഴപ്പമില്ല. രണ്ടാമത്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏതോ വീട്ടിലേക്ക് എന്ത് ചെയ്യണം, 1.5 ലക്ഷം രൂപ ജപ്തിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ സുരേഷ് ഗോപി കയ്യിൽ നിന്ന് എടുത്ത് അടക്കുന്നു. അടച്ചിട്ട് എന്ത് ചെയ്യുന്നു, സുരേഷ് ഗോപിയുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്ത് അടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ വേണമെങ്കിൽ പണം അടക്കാം, കാരണം അവർ ഇറക്കി വിടരുത് എന്ന് പറയുന്നു. അങ്ങനെ ഇറക്കി വിടരുതെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു മൈലേജ് ഉണ്ട്. ആ മൈലേജ് ചാനലുകളിൽ വന്നാൽ മാത്രമേ എത്തിയുള്ളൂ, കിട്ടുള്ളൂ. അല്ലാതെ കൊച്ചു വേലായുധനെ സഹായിച്ചുകൊണ്ട് ഈ മൈലേജ് കിട്ടൂല. പക്ഷേ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ഇത് ഒപ്പിയെടുത്തു എന്നുള്ളത് പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇന്ന് പുള്ളി കൈപ്പിഴയാണ് കാൽപ്പിഴയാണെന്നൊക്കെ പറഞ്ഞു വന്നേക്കണത്. പിന്നെ കൊച്ചു വേലായുധൻ ചേട്ടനെ സംബന്ധിച്ചോളം പാവം മനുഷ്യൻ ഇത് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒപ്പം ഷിബിലി മറ്റൊരു രംഗവും കൂടി കണ്ടാണ്. അവിടെ ഇരിക്കുന്ന വേറൊരു നീല ഷർട്ടിട്ട ഒരു ഷർട്ടുകാരൻ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആളുകൾ. ആ ഷർട്ടുകാരൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്. ആ പേപ്പർ പാവം ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാതെ ഇത് പൂർണ്ണമാവില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയല്ല വേറെ ആരെങ്കിലും ആണ്, ചിലപ്പോൾ വേറെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ അവിടെ കൊച്ചു വേലായുധൻ ചേട്ടനെ കെട്ടിപ്പിടിക്കുകയും സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യും, ഉമ്മൊക്കെ ചെയ്തിട്ട് വിട്ടാലേ. പക്ഷേ വീടൊരിക്കലും എന്ത് ചെയ്യില്ലായിരുന്നു, കിട്ടൂലായിരുന്നു. പക്ഷേ ഇങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കൊച്ചു വേലായുധൻ ചേട്ടൻ അന്ന് രാത്രിയെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പക്ഷേ സുരേഷ് ഗോപിക്ക് അതുപോലും അറിയാൻ പാടില്ല. പുള്ളിക്കും ഷോയൊക്കെ അറിയാം, പക്ഷേ ഈ ഷോ പുള്ളി പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങളെടുത്ത് ഈ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തത്. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി ഇപ്പോൾ അവിടെ മറ്റേ കലുങ്ക് സംവാദമോ കലുങ്കിലിരുന്ന് ആളുകളുമായിട്ടുള്ള മറ്റേ മീറ്റിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കലുങ്ക് രാഷ്ട്രീയ സംവാദമൊന്നുമല്ല, പുള്ളികളെ കാണുക, കാലോട്ട് വന്നിച്ച് പോകുക എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവരും കാലോട്ട് വന്നിക്കാത്തതുകൊണ്ട് കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, വർത്തമാനം പറയുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കുറച്ച് നാൾ മുമ്പ് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് പുള്ളി എന്ത് ചെയ്യില്ലായിരുന്നു, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സമയത്ത് പുള്ളി എന്ത് ചെയ്യായിരുന്നു,
ബോണ്ടയും ഉണ്ടമ്പുരിയൊക്കെ കടിച്ചു പിടിച്ച് പുള്ളി നടക്കായിരുന്നു. പുള്ളി ഒരു മനുഷ്യരോട് മിണ്ടിയിട്ടില്ല. ഈ വോട്ട് വിവാദം വന്നു, തൃശ്ശൂരിലെ വിവാദം വന്നിട്ട് പുള്ളി അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ട് 4 സ്ഥലത്തു കൂടി, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 17-ാം തീയതി 4 സ്ഥലത്തു കൂടി പുള്ളി ഇത്തരത്തിലുള്ള കലുങ്ക് സംവാദം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇനി ഈ സംഭവം നടന്നത് പുള്ള് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അവിടെ വെച്ച് ഈ സംവാദം നടക്കുന്നു. ഇങ്ങനെ കാര്യം എന്ത് ചെയ്യുന്നു ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് സംഭവിച്ചത് മഹാഭാഗ്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ KV അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഈ വേലായുധൻ ചേട്ടനെ ചെന്ന് കാണുകയും കൃത്യമായിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. CPM ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അവരിനി അതിനുവേണ്ടി എത്ര പിരിക്കുമെന്നുള്ളതെന്ന് ഓർത്ത് നമ്മൾ അറിയേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, CPM പറഞ്ഞാൽ അത് പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യും. CPM വെറുതെ ശരിക്കും പറഞ്ഞാൽ ഒരു 2, 3, 4, 5 കോളിൻ്റെ ആവശ്യം മാത്രമുള്ള ഒരു വീട് എന്ത് ചെയ്യാൻ കൃത്യപ്പെടുത്തു കൊടുക്കുക. അതുകൊണ്ട് ആ പാവത്തിന് ഇപ്പോൾ എന്ത് കിട്ടും, വീട് കിട്ടും. പിന്നെ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട എന്ന് നമ്മൾ വിചാരിച്ചിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പലപ്പോഴും ഇപ്പോൾ സുരേഷ് ഗോപി തോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെയൊക്കെ കുറേ നമ്മുടെ ഇവിടെയുള്ള കുറേ ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ എനിക്ക് സുരേഷ് ഗോപി എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും, 18,600 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞാണ് ഷിബിലേറിയിട്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചത് ഞാൻ പറഞ്ഞത് 18,600 എന്നാണ്. ഇതിൽ ഈ ചാനലിൽ അതിൻ്റെ പോസ്റ്റ് കിടക്കുന്നുണ്ട്, 18,840 വോട്ടിനാണ് ജയിച്ചത്. ഞാൻ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്ന് പറഞ്ഞാണ് 36,400-ലധികം വോട്ടിന് 37,000 സംതിങ് വോട്ടിനാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞുമായിട്ട് 1000 വോട്ടിന് വ്യത്യാസമുള്ളൂ. ഞാൻ കർണാടകത്തിലെ ഇലക്ഷൻ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും BJP തകർന്നു പോകുമെന്നും ഞാൻ പറഞ്ഞ ഒരാളാണ്. ജനതാദൾ വലിയ തോതിൽ അവരുടെ വോട്ട് ശതമാനം ഇടിയെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ നമ്മൾ വളരെ അക്കാഡമിക് ആയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഈ കഴിഞ്ഞ 2024 ലോകത്തുള്ള മീഡിയകൾ മുഴുവൻ നരേന്ദ്രമോദിക്ക് 400-ലധികം കിട്ടുമെന്ന് പറയുമ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ട് ക്രൈം ഓൺലൈനിൽ. അതായത് മറ്റേ കൃത്യമായി BJPക്ക് സീറ്റ് കുറയും എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ കുറയുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് എന്നിട്ട് ക്രൈമിനെ നന്ദകുമാർ വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെ സാധിച്ചില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? തെറ്റിപ്പോയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി തോക്കുന്നുകൊണ്ട് ജയിച്ചു, പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞാണ് ശരി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ് അഭൂതപൂർവമായ വളർച്ച. 2024 കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ഉണ്ടാകാത്ത രീതിയിൽ 1,46,000 വോട്ടിൻ്റെ കൂടുതലാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2024 വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം ഇന്ന് കത്തോലിക്ക സഭയുടെ അവരുടെ ഒരു മുഖപത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലേഖനം എഴുതിയിട്ടുണ്ട്, കള്ളവോട്ട് നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം ശരിക്കും പൂരം കലക്കലും മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് എനിക്ക് സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുള്ളതുകൊണ്ടല്ല. ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നോട് ഈ പറയുന്ന പോലെ ഒരിക്കൽ പോലും മോശമായി പെരുമാറിയിട്ടില്ല. ആകെ ദൂരെ നിന്ന് കണ്ടത് ഒരു തവണ മാരിറ്റിൽ വെച്ച് മാത്രമാണ്. അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് പനിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ദൂരെ വെച്ച് കണ്ടു, ചിരിച്ചു. അപ്പോൾ അല്ലാതെ അതിനപ്പുറത്തേക്കൊരു സംഭാഷണവും ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ എന്ത് വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു ആളുകൾക്ക് തോന്നും. നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു നടനായി തുടരേണ്ട ഒരാളാണ്. ഈ രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളല്ല. അദ്ദേഹം ജയിച്ചാൽ പോലും അത് BJPക്ക് വലിയ ബാധ്യതയാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് നഷ്ടമാണ്. കാരണം കിട്ടേണ്ട ഒരു 10-20 കോടി രൂപ എന്ത് ചെയ്യും, വർഷം നഷ്ടപ്പെടും. ആ സമയത്ത് കൂടി സിനിമയിൽ അഭിനയിക്കാൻ പോകേണ്ടതാണ്. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞേക്കണത് ഒരു കാര്യമല്ലല്ലോ, എന്തൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 1000 പഞ്ചായത്ത് ഉള്ളി എടുക്കുമെന്നാണ്. ഇവിടെ ആകെ എത്ര പഞ്ചായത്തുണ്ട്? 940 എത്ര? 941 പഞ്ചായത്തുകൾ. ബാക്കി പുള്ളി എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? 59 എണ്ണം. എനിക്ക് തോന്നുന്നു പുള്ളി ഏതെങ്കിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പിരിച്ചുവിട്ട് പഞ്ചായത്താക്കുക. ഇനി അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യും, മറ്റേ കർണാടകത്തിൽ നിന്നാ അല്ലെങ്കിൽ മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് പഞ്ചായത്തിങ്ങ് എടുക്കുക. അപ്പോൾ പോണ വഴിക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ കാര്യം അറിയാം. ഇതുപോലും പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, പാവം മനുഷ്യൻ. പിന്നെ രണ്ടാമത്തെ പുള്ളി പറഞ്ഞെന്താണ്, മറ്റേ ഉന്നത കുലജാതർ എന്ത് ചെയ്യണം, SC/ST വകുപ്പുകൾ ഭരിക്കണമെന്നാണ് പുള്ളി പറഞ്ഞു. മനസ്സിലായി? അതിനെ ന്യായീകരിക്കാൻ കുറേ ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. അതായത് ഈ താഴ്ന്ന ഉന്നത കുലജാതനല്ലാതെ ജനിച്ചു പോയ, നമ്മളങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ എങ്കിലും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ SC/ST അവർക്കൊന്നും ഇത് ഭരിക്കാനുള്ള കഴിവില്ലെന്നാണ് പുള്ളി ഇൻഡയറക്ട്ലി പറയണത്. എന്നിട്ട് പുള്ളി പിന്നെ പറയണതാണ് അവരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന്, മറ്റേ ഉന്നത ആളുകളെ ഭരിപ്പിക്കണമെന്നൊക്കെ. എന്തൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്? പിന്നെ പുള്ളി പറയുന്നത് ബ്രാഹ്മണൻ ആയി അടുത്ത ജന്മം ജനിക്കണം. അപ്പം ഞാൻ തന്നെ ഒരു വീഡിയോയിൽ കളിയാക്കി പറഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, അത് ശരിക്കും അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യാനല്ലേന്ന്.
അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യാൻ ബ്രാഹ്മണനും ദളിതനും ഈ പറഞ്ഞ പിന്നോക്കക്കാർക്കും അതുപോലെ തന്നെ വൈശ്യനും ശൂദ്രനും ഒക്കെ ഒരുപോലെ അവകാശം കിട്ടുന്ന കാലം വരണം എന്നാണ് ഒരു ജനപ്രതിനിധി കേരളത്തിൽ ചിന്തിക്കേണ്ടത്. അതിന് പകരം അങ്ങനെ ജനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പകരം ഞാൻ അടുത്ത ജന്മം ജനിച്ചിട്ട് ബ്രാഹ്മണനായിട്ട് വന്ന് എന്ത് ചെയ്തോളാം, ദൈവത്തിന് പൂജ ചെയ്തോളാം. എന്തൊക്കെ അബദ്ധമാണ് ഈ പറയണം. ഇങ്ങനെയുള്ള മണ്ടത്തരം. പിന്നെ 1 രൂപ വീതം എല്ലാവർക്കും എന്ത് ചെയ്തിട്ട് കൈനീട്ടം കൊടുത്തിട്ട് ആളുകളുടെ കാല് തൊട്ട് കേരളത്തിൽ ഇരുമ്പ് കണ്ടിട്ടുണ്ട്. തമിഴ്നാടായത് ഞാൻ വിചാരിച്ചു പോയി. തമിഴ്നാട്ടിലൊക്കെ ശരിയാണ്, ഇതുപോലെ എന്ത് ചെയ്യും. അപ്പം അത്ര ബോധവും നമ്മുടെ മലയാളികൾക്കുള്ള, അല്ലെങ്കിൽ മലയാളികളുടെ ബോധ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. 1 രൂപ മേടിച്ചിട്ട് പുള്ളിയുടെ കാല് തൊട്ട് വന്നിരിക്കാൻ. പുള്ളി എങ്ങനത്തെ ആളാണ് നമുക്ക് വല്ലതും അറിയോ? പഠിപ്പിച്ച് ഏതെങ്കിലും സാറിനെ കണ്ട് കാലോട്ട് വന്നിക്കും, പിന്നെ വന്നിട്ടുണ്ടാവും. കാലോട്ട് വന്നിക്കണേ 1 രൂപ മേടിച്ച് കാറിലിങ്ങനെ ഇരിക്കണം, കാല് നീട്ടി പുറത്തേക്ക് കൊടുത്തേക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളി വിചാരിച്ചത് ഈ കൊച്ചുവേലാഞ്ഞനൊക്കെ വരിക, പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാലോട്ട് വന്നിക്കുക, നേരെ സ്ഥലം വിടുക. ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. പിന്നെ എയിംസിന് സ്ഥലം എവിടെയെന്നൊക്കെയാണ് പുള്ളി കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ കുറച്ച് ഡയലോഗ് പുള്ളി കൂടുതൽ വിട്ടിട്ടുണ്ട്. അത് ഷിബിലി കേൾക്കാത്തതുകൊണ്ടാണ്. ഭരത്ചന്ദ്രന് ചങ്കൂറ്റമുണ്ട്, എനിക്കും ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഭരത്ചന്ദ്രനിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന്. പുള്ളി സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് ആരോ പറഞ്ഞു. അതിന് പുള്ളി പറയുന്ന ഡയലോഗാണ് എന്ത്, ഭരത്ചന്ദ്രനിൽ നിന്ന് പുള്ളി ഇറങ്ങിയിട്ടില്ല. പുള്ളി ഇപ്പോഴും വിചാരിക്കണ പുള്ളി രാജാവോ സിനിമാടനോ ആണെന്നൊക്കെയാണ്. ഒരാളുമല്ല. അങ്ങനെ പുള്ളിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പുള്ളി അപ്പം തന്നെ സൈലൻ്റ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ട, പുള്ളിക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പുള്ളിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. മറ്റേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തോന്നി ഒരു മാധ്യമപ്രവർത്തകർ ഉന്തി മാറ്റിയിട്ട് പുള്ളിയുടെ വഴി തടയുന്നു എന്ന് പറഞ്ഞ് ഉന്തി മാറ്റിയിട്ട് പുള്ളി വണ്ടി കയറി പോണേ. ഇപ്പോൾ ആവും പിടിച്ച സാധാരണക്കാരായ മാധ്യമപ്രവർത്തകർ. അതുപോലെ റിപ്പോർട്ടറിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എനിക്കറിയാവുന്ന, ആ പെൺകുട്ടി അവിടെ നിന്നപ്പോൾ ആളാകാൻ വരരുത്. ഏത് ഒരു മറ്റൊരു പെൺകുട്ടിയുടെ തോളത്ത് പുള്ളി കൈവച്ചു. തോളത്ത് പുള്ളി കൈവെക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായി? പുള്ളി വേറെ പീഡിപ്പിച്ചോ ആക്രമിച്ചോ അതൊക്കെ വേറെ ചോദ്യമാണ്. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തോളത്ത് പോലും കൈവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് പുള്ളി തോറി പറയേണ്ടതിന് വരെ പുള്ളി ആളാകാൻ വരരുത്. ഇനി ഇതൊക്കെ പോട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനുണ്ട്, ഷിബിലി കണ്ടുണ്ടാവില്ല. MP നികേഷ് കുമാർ എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു പുള്ളിയുടെ. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളി ഇടയ്ക്ക് വെച്ച് പുള്ളി ഏതാണ്ട് ഭയങ്കര വിവരമുള്ള ഒരാളെ പോലെ പുള്ളി നികേഷ് കുമാറിൻ്റെ അടുത്ത് പറയുകയാണ്, ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ നികേഷ്. ശരിക്കും പറയാൻ നികേഷടല്ല, നികേഷ് മുഖത്തേക്കൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയാം. മനസ്സിലായി? പോള എന്ന് വിളിച്ചിട്ട് പിന്നൊരു ഈ പറഞ്ഞ പോലെ തെറിയായിരിക്കും നികേഷ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഏറ്റവും കുറഞ്ഞ ശേഷം ഒരു പൊള പട്ടിയെന്നെങ്കിലും ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? ഞാൻ നികേഷെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ ആ സമയത്ത് താങ്കൾ എന്തായിരുന്നു വിചാരിച്ചത്. പിന്നെ നികേഷ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് കൈ കെട്ടി പിന്നെ പുറകിടക്കണേ. അതെന്തുകൊണ്ടാണെന്ന് ഈ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളിയുടെ വിചാരം പുള്ളി സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും മറ്റേ നികേഷ് എന്ത് ചെയ്തു ഇടികൊള്ളാൻ വന്ന വില്ലനായതുകൊണ്ടും നികേഷ് ഇന്ന് കൈ കെട്ടി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടല്ല, നാളെ ഞാൻ ഇൻ്റർവ്യൂവർ ആണെങ്കിലും ഞാൻ നികേഷ് കാണിച്ചോലൊന്നും മിണ്ടാതേക്കും. അത് എൻ്റെ ബലഹീനതയായിട്ട് സുരേഷ് ഗോപി എടുക്കരുത്. യഥാർത്ഥത്തിൽ നികേഷ് കുമാറോ നികേഷ് കുമാറിൻ്റെ അച്ഛൻ MP രാഘവൻ്റെ ഒക്കെ സ്വഭാവമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇടി കിട്ടിയാനെ. സത്യത്തിൽ MP രാഘവനാണെങ്കിലല്ല. പക്ഷേ നികേഷെല്ലാം കൃത്യമായ ബോധമുണ്ട്. ഞാനൊരു ചാനലിൻ്റെ MD ആണെന്നും ഞാൻ റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തുള്ളത് ഞാൻ ഇൻ്റർവ്യൂ എടുക്കേണ്ടവരാണെന്നും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മര്യാദ പാലിക്കുന്നു എന്നും അയാൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നികേഷ് അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഭാഷ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ലേ. ആ സംഭാഷണം മുഴുവൻ എനിക്ക് ഇവിടെ പറയാൻ സമയമില്ല. യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു കാര്യം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരവില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഭരത്ചന്ദ്രനായി മാറുന്നു. ഭാഗ്യത്തിന് പുള്ളി ഭരത്ചന്ദ്രനിൽ നിന്ന് ഇറങ്ങാത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. പുള്ളി ഈ ശ്രീലങ്കൻ യുവതി ഇവിടെ വന്ന് ഉള്ളൊരു കഥയുണ്ട്. ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി, നിങ്ങളൊന്ന് നോക്കിയപ്പോൾ കിട്ടും. മമതാ മോഹൻദാസും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ. ആ സിനിമയിൽ പുള്ളി ഒരു വുമണൈസറായിട്ടാണ് അഭിനയിക്കുന്നത്. മനസ്സിലായി? മമതാ മോഹൻദാസും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ സിംഹള ഒരു പെൺകുട്ടിയായിട്ടാണ് മമതാ മോഹൻദാസ് അഭിനയിക്കുന്നത്. അതിൽ നിന്ന് പുള്ളി ഇറങ്ങിയത് നമ്മുടെ ഭാഗ്യം. മനസ്സിലായി? അത്തരത്തിലുള്ളൊരു സിനിമയും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷിപ്പിലെ ക്യാപ്റ്റനും ഒരു വിമണൈസറും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുള്ളി ഇറങ്ങിയിട്ട് അത് ഭാഗ്യം നമ്മുടെ. മറ്റേ ഭരത്ചന്ദ്രനിൽ നിന്ന് പുള്ളി ഇറങ്ങാറില്ല. എന്നിട്ട് പുള്ളി ഇപ്പോഴും പറഞ്ഞാൽ ഭരത്ചന്ദ്രന് ചങ്കൂറ്റമുണ്ട്. ആ ചങ്കൂറ്റം ആർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത്.
ആ സിനിമ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പേര് പെട്ടെന്ന് വിട്ടു പോയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വിവരക്കേടുകളൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യാണ്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇതിനൊക്കെ കൈയടിക്കാനും ഈ നാട്ടിൽ കുറേ ആളുകൾ ഉണ്ട്. എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നു അയാൾ ഭയങ്കര ഹൃദയവിശാലതയുള്ള, അയാൾ എന്തെന്ന് വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് എന്ത് ചെയ്യുന്നു. അതെ. അപ്പോൾ ഇപ്പം പുള്ളി തൃശ്ശൂർ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പുള്ളി എന്ത് ചെയ്തു, തൃശ്ശൂർ പുള്ളി ഇനി അടുത്ത തവണ ഒന്ന് ജയിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ജയിച്ചെങ്കിൽ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുണ്ടാക്കുക. മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ പുള്ളിയോട് പത്രക്കാർക്കാർക്കെങ്കിലും ചോദിക്കുക, മാധ്യമങ്ങൾക്കെങ്കിലും ചോദിക്കുന്നതാണ്. നിവേദനം നിരസിക്കുന്ന സ്റ്റാർ എന്നാണ് ഇപ്പോൾ പുള്ളി അറിയപ്പെടുന്നത്. എന്തിനാടാ നിവേദനം നിരസിച്ചിട്ട് എന്ന് മറ്റേ മകനെ അഭിനയിച്ച സിനിമയിൽ ചോദിക്കുന്ന പോലെ എന്തിനാടാ ഈ പറഞ്ഞ കൊന്നിട്ട് എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കേണ്ടതാണ്. അതാണ് സുരേഷ് ഗോപിയുടെ എനിക്ക് ഏറ്റവും അവസാനം ചോദിക്കാറ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം കുറച്ചുകൂടി ബോധവും വിവരവും ഒക്കെയുള്ള കുറച്ച് പേരെ നിർത്തി അദ്ദേഹത്തിന് എല്ലാ ദിവസവും മറ്റേ രഞ്ജി പണിക്കരൊക്കെ എഴുതി കൊടുക്കുന്ന പോലെയുള്ള കൃത്യമായിട്ടുള്ള ഡയലോഗ് എഴുതി കൊടുത്താൽ 2-3 തവണ ഡെമോയൊക്കെ എടുത്താൽ അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ പുള്ളി മറ്റേ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റി വെക്കണം. മനസ്സിലായേ? പുള്ളി TN പ്രതാപൻ്റെയൊക്കെ എടുത്ത് കോഴ്സിന് പോകണം. പ്രതാപൻ നമ്മുടെ സുഹൃത്താണ്, പക്ഷേ പുള്ളിയുടെ അടുത്ത് കോഴ്സിന് പോകണം. കാരണം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തന്മയത്വത്തോടെ എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത് എന്ന് പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള ഒരാളായി സുരേഷ് ഗോപി മാറും എന്ന് പറയുന്ന പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് ഷിബിലിയോട് ഞാൻ പറയുന്നത് ഇത് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ നമ്മളിത് 2 ദിവസം ചർച്ച ചെയ്യാതെ മാറ്റി വെച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കെന്തോ വ്യക്തിപരമായിട്ട് എന്തോ വിരോധം, എനിക്കൊരു വ്യക്തിപരമായ വിരോധമില്ല. എനിക്ക് ആകെയുള്ള വിരോധം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരരുത്. അൺഫിറ്റാണ്. ഇനി ഇദ്ദേഹം ജയിച്ചാൽ പോലും ഇത് വലിയ പ്രശ്നമുണ്ടാകുമെന്ന് 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഞാൻ ക്രൈം ഓൺലൈനിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം എനിക്ക് പുള്ളിയോടൊരു വിരോധമില്ല, ഒരു ദേഷ്യമില്ല, ഒരു സ്നേഹവുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ എത്തിയിട്ടില്ല, കണ്ടിട്ടില്ല. കാണാൻ 2-3 അവസരങ്ങളുണ്ടായി, സത്യം പറഞ്ഞാൽ ഞാൻ പോയില്ല. അതുകൊണ്ട് ഈ കൊച്ചു വേലായുധനൊക്കെ മനസ്സിലാക്കേണ്ട, പാവം പിടിച്ച ആ മനുഷ്യനും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീലുകളിലും അതുപോലെ സിനിമകളിലും ഉള്ള പോലെ ഹൃദയവിശാലതയുള്ള ആളുകളല്ല ഇവരൊന്നും. ഇവർക്ക് എങ്ങനെ പെരുമാറണമെന്നും അറിയില്ല. അതുകൊണ്ട് പലപ്പോഴും ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ എന്ത് ചെയ്യും, കേൾക്കേണ്ടി വരും. മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം.